മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനും പണ്ഡിതനുമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹം റമദാനുമായി ബന്ധപ്പെട്ട് മക്കയിലെത്തിയതാണ്. ഇപ്പോൾ ജിദ്ദയിൽ വെച്ചാണ് നമ്മളോട് ഒപ്പം ചേരുന്നത്. റമദാൻ അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. എന്തായിരുന്നു ഹറമിലൊരു അനുഭവം? പരിശുദ്ധ റമദാനിലെ ഉംറക്ക് വരിക എന്നുള്ളത് വിശ്വാസികൾ വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു ഹജ്ജ് ചെയ്ത പ്രതിഫലം എന്നൊക്കെയുള്ള ആ ഒരു വലിയ സംതൃപ്തിയും, അതുപോലെ തന്നെ റമദാന് പൊതുവേ സൗദിയിൽ വരിക, പൊതുവേ അതുപോലെ തന്നെ വിശുദ്ധ ഹറമുകൾ സന്ദർശിക്കുക, തവാഫ് ചെയ്യുക, സൈ ചെയ്യുക എന്നൊക്കെയുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ്. അപ്പോൾ അത് റമദാനിൽ കൂടി ആകുമ്പോൾ ഇരട്ടി പ്രതിഫലവും അതിൽ നിന്നൊക്കെ ലഭിക്കുന്നു എന്നുള്ള ഉദ്ദേശത്തോടെയാണ് എല്ലാവരും വരാറുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ഉള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്നലെ തന്നെ ഒരു കണക്ക് 27 ലക്ഷം മറ്റോ ആണ് ഇവിടെ തീർത്ഥാടകർ എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വലിയ ജനസാഗരത്തിനിടയിൽ അവിടെ നിന്ന് ദ്വാരക്കാനും അതുപോലെ തന്നെ ആ ദ്വാരയിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ തവാഫും സയ്യും ചെയ്യുക, ഖിയാമുൽ ലൈൽ അതാണല്ലോ പിന്നെ വിശുദ്ധ ഹറമുകളിലൊരു വലിയ ഒരു ആകർഷണീയത അതാണ് ഖിയാമുൽ ലൈൽ, അതിലെ ദ്വാ, അതുപോലെ തന്നെ മറ്റേ തറാവി നമസ്കാരം, അതൊക്കെ പങ്കെടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളോടൊപ്പം ആ ജമാഅത്തിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് അതൊക്കെ വലിയ സംതൃപ്തിയാണ്. എന്താണ് സൗദിയിലെ വളരെ പ്രധാനപ്പെട്ട കുറേയേറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മക്ക മദീന കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വികസന പദ്ധതികൾ വരുന്നു. പല സ്ഥലങ്ങളും നേരത്തെ അങ്ങനെ അധികം ആളുകൾ എത്താതിരുന്ന പല സ്ഥലങ്ങളും ഒരു ഹ്യൂമനൈസ് ചെയ്യാനുള്ള അവരുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകൾ എത്തുകയും എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്താണ് മക്കയിലെയും മദീനയിലെയും പുതിയ മാറ്റങ്ങളെക്കുറിച്ച് തോന്നുന്നത്? ഞാനിപ്പോൾ ആദ്യമായിട്ട് നേരെ പോയത് മദീനയിലേക്കാണ്. ആ മദീനയിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വലിയൊരു മാറ്റം ഇവിടെ കാണുവാൻ കഴിഞ്ഞു. പൊതുവേ ഹറമും വിശുദ്ധ ഹറമും അതിൻ്റെ പരിസരങ്ങളിലുണ്ടായിരുന്ന ആ ഒരു വലിയ മാറ്റമുണ്ട്, വികസനം അവിടെ കാണുന്നുണ്ട്. എന്നതുപോലെ തന്നെ മറ്റ് ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ വളരെ അവരിപ്പോൾ കൂടുതലായിട്ട് അതിനെ മസ്ജിദ് ഖുബ, മസ്ജിദ് ഖിബ്ലത്തീൻ, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ മസ്ജിദ് 7 പള്ളികളുണ്ട്, ഇതുണ്ടല്ലോ, മസാജിദ്, ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ അവിടെയൊക്കെ തന്നെ വളരെ വലിയ വികസനം അവിടെ കാണുവാൻ കഴിയും. മസ്ജിദ് ഖുബയൊക്കെ വലിയ വികസനമാണ്. കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ഒരു അങ്കണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പള്ളിയെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ പുതുക്കി പണിതിട്ടുണ്ട്. ഖിബ്ലത്തീനും അങ്ങനെ തന്നെയാണ്, സബൈൻ മസാജിദുകളും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ എല്ലാ രംഗം ഇപ്പോൾ അതുപോലെ തന്നെ തൊട്ടടുത്ത ചില പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ പോയി നോക്കി. അവിടെയൊക്കെ തന്നെ ഒരു ടൂറിസം മൈൻഡോട് കൂടി തന്നെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കൂടുതൽ ആളുകളെ ആകർഷിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ്. പിന്നെ ഇപ്പോൾ മക്കയിൽ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മക്കയിലും ഹറമിൻ്റെ പരിസരമൊക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ വിശുദ്ധ ഹറം പള്ളിയിൽ തന്നെയുള്ള കിങ് അബ്ദുള്ളയുടെ ആ ഒരു വികസനം ഉണ്ടല്ലോ, അവിടെയൊക്കെ തന്നെ എത്രയോ കൂടുതൽ സൗകര്യപ്രദമായ രീതിയിലാണ് നേരത്തെയുള്ള ഹറമിൽ നിന്നും വ്യത്യസ്തമായി, നേരത്തെയുള്ള പള്ളിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ടെക്നോളജിക്കലായിട്ടും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അവിടെ പുതിയ ഗവൺമെൻറ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കാണുവാൻ കഴിഞ്ഞു. ഇതിലൊരു ക്രൗഡ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ട് ഹറമിൽ. കാരണം ഇത്രയധികം ലക്ഷക്കണക്കിന് ജനങ്ങൾ കയറി ഇറങ്ങിയിട്ടും ഒരു പ്രയാസം കൊണ്ട് അവർ മടങ്ങിപ്പോകുന്നത്. എന്താണ് അതിൽ ഉപയോഗിക്കുന്ന? ഇപ്പോൾ അവർ AI ഉൾപ്പെടെയുള്ള ടെക്നോളജിക്ക് അതിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹറമിലെ ആ ഒരു അനുഭവം? എന്താണ് വിശ്വാസി സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം? ഇപ്പോൾ ഹറമിൽ ഇപ്പോൾ 2 ഹറമുകളിലായാലും, ഇപ്പോൾ മക്കത്തായാലും മദീനയിലായാലും, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ റൗദ ഷരീഫിലേക്കുള്ള പ്രവേശനം അതിപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനിലൂടെയാണല്ലോ അതിൻ്റെ ആ ഒരു നിയന്ത്രണമുള്ളത്. ഇപ്പോൾ എന്നപോലെ തന്നെ ഉംറയ്ക്കുള്ള പ്രവേശനം തന്നെ. അപ്പോൾ ഇതൊക്കെ തന്നെ ടെക്നോളജി ബേസ് ചെയ്തുകൊണ്ട് അവർ വിശ്വാസികൾക്ക് കൂടുതൽ സൗകര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ ആളുകൾ, ഒരേ ആളുകൾ തന്നെ കൂടുതൽ സമയം പ്രവേശിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് കൂടുതൽ ആളുകൾക്ക് നിശ്ചിത സമയങ്ങളിൽ പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാക്കിയാൽ എല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടുമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ടെക്നോളജി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പിന്നെ മാസ് മാനേജ്മെൻറ്റ് എന്നുള്ളത്, സൗദിയിലെ മാസ് മാനേജ്മെൻറ്റ് എന്നുള്ളത് അത് ഏറ്റവും ശ്ലാഘിക്കപ്പെടേണ്ട ഒന്നാണ്. കാരണം 10,000 അല്ല, ലക്ഷക്കണക്കായിട്ടുള്ള ആൾക്കാരാണ്, അവരെയാണ് അവിടെ നിയന്ത്രിക്കുന്നത്. അതൊക്കെ തന്നെ എന്താ പറയുക, നമുക്ക് നാടുകളിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് അത് വിചാരിക്കാൻ പോലും സാധ്യമല്ല. എന്നതുപോലെ തന്നെ മറ്റൊന്ന് അവിടുത്തെ ശുചീകരണ സംവിധാനമാണ്. ഇപ്പോൾ ഹറമുകളിലെ നോമ്പ് തുറ, ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആ നോമ്പ് തുറ ലക്ഷക്കണക്കായിട്ടുള്ള ആളുകളാണ് ആ നോമ്പ് തുറയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റിനകം തന്നെ അത്രയും പ്രദേശം ശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ ദിവസങ്ങളോളം അതിൻ്റെ അവശിഷ്ടം അവിടെ കാണാൻ പറ്റും. ഇതതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നത്
അത് നിമിഷ നേരം കൊണ്ട് അവിടെ വൃത്തീകരിക്കുന്ന ആ ഒരു ശുചീകരണ സംവിധാനം അത് ഹറമുകളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇസ്ലാം ശുദ്ധിക്കും ശുചീകരണമൊക്കെ നൽകുന്ന ആ ഒരു പ്രാധാന്യമൊക്കെ അപ്പോൾ നമ്മൾ ഓർത്തു പോകും. അതോടൊപ്പം തന്നെ ഇപ്പം ഈദ് ദിനങ്ങൾ അടുത്ത് വരികയാണ്. എന്താണ് ഈ റമദാനിലെ ഒരു ആത്മീയമായ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികളോട് എന്ത് സന്ദേശമാണ് ഈ ഈദ് ദിനത്തിൽ വരാനിരിക്കുന്ന ഈദ് ദിനത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ആഹ്ലാദകരമായ നിമിഷങ്ങളാണ് ഈദിൻ്റെ ദിവസങ്ങളിൽ പങ്കുവെക്കപ്പെടുന്നത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമൂഹത്തിന് നൽകുന്ന ആഘോഷമാണ് ഈദുകൾ എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ വരാനിരിക്കുന്ന ഈദുൽ ഫിത്തറാണ്. ഈദുൽ ഫിത്തർ അതിപ്പോൾ ദിവസത്തിനുള്ളിൽ മണിക്കൂറുകൾക്കകം വിശ്വാസികൾ ഇപ്പോൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇപ്പോൾ 27 അതായത് ഇപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ ആ ഒരു രാത്രി കഴിഞ്ഞാൽ തന്നെ പിന്നെ പെരുന്നാളിൻ്റെ മൂഡിലേക്കാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ ആ നിലക്ക് അത് സൗദിയിൽ മാത്രമല്ല ലോകമെങ്ങുമ്പോഴും നമ്മൾ ഇന്ത്യയിലടക്കം അതിനുവേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. ഈദ് എന്നുള്ള ആ സന്ദേശം അത് ആഘോഷത്തിൻ്റേതാണ്, സാഹോദര്യത്തിൻ്റേതാണ്, സ്നേഹത്തിൻ്റേതാണ്, പങ്കുവെപ്പിൻ്റേതാണ്. പിന്നെ മാത്രമല്ല ഈ ഈദ് എന്നുള്ളത് അതൊരു നന്ദി പ്രകടനത്തിൻ്റേത് കൂടിയാണ്. അതായത് നമുക്ക് 30 ദിവസങ്ങൾ റമദാനിലെ ആ പവിത്രമായ 30 ദിവസങ്ങൾ ശുദ്ധിയുടെയും ആത്മസംസ്കരണത്തിൻ്റെയും അത് നമുക്ക് അള്ളാഹു നമുക്ക് നൽകി. അത് അള്ളാഹു അത് നിർവഹിക്കുവാൻ വിശ്വാസികൾക്ക് വലിയ പുണ്യം അള്ളാഹു അനുഗ്രഹിച്ച് നൽകി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈദിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അള്ളാഹു സന്തോഷിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു മാസം മുഴുവനും അവൻ്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് ഭക്ഷണം വേണ്ട, മറ്റ് ചിന്താപരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രണം പാലിച്ചുകൊണ്ട് ആ വിശ്വാസികൾ 100% അള്ളാഹുവിൻ്റെ ആജ്ഞ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തുൽ നാസ് എന്ന ഖുർആനിൻ്റെ ആ ഒരു സന്ദേശം ഉണ്ടല്ലോ, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഉത്തമ സമൂഹത്തിൻ്റെ ഒരു മാതൃക, അതാണ് ഒരു കഴിഞ്ഞൊരു മാസം മുസ്ലിം സമൂഹം വിശ്വാസികൾ പിൻപറ്റിയത്. അപ്പോൾ അതിലുള്ളൊരു സന്തോഷം അത് അള്ളാഹു മലായിക്കത്തിനോട് പങ്കുവെക്കുന്നൊരു ദിവസം കൂടിയാണ് ഈദ് എന്നുള്ളത്. അപ്പോൾ ആ ഈദിൽ നമുക്ക് ഒരുമിച്ച് കൊണ്ട് സന്തോഷത്തോടെ പങ്കുവെക്കാം. അതുപോലെ തന്നെ ഈദുൽ ഫിത്തർ ഉണ്ടല്ലോ, ഫിത്തർ സക്കാത്തിൻ്റേത് കൂടിയായ ആ ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവരും അവിടെ സുഭിക്ഷരായിട്ട് കഴിയണം, ആരും പട്ടിണി കിടക്കാൻ പാടില്ല. ആ ഒരു സന്ദേശമാണല്ലോ ഈദ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഹറമിൽ നടക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഗസയാണ്, ഫലസ്തീനാണ്, ഖുദ്സാണ്. സ്വാഭാവികമായിട്ടും പിന്നെ ഇത്രയധികം പെരുന്നാളിൻ്റെ മധുരവും സന്തോഷവും വരുമ്പം പോലും അവരനുഭവിക്കുന്നൊരു പ്രയാസം ഒരു മുസ്ലിം സമൂഹത്തിന് മുമ്പിലുണ്ട്. എന്താണ് അതേക്കുറിച്ച് മുസ്ലിം സമൂഹത്തിനോട് പറയാനുള്ളത്? ഇപ്പോൾ സൗദിയിലാവട്ടെ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളിലാവട്ടെ, അപ്പോൾ നമ്മളൊക്കെ അവിടെയൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആ ഒരു നമുക്കറിയാലോ ആ ഒരു സുഭിക്ഷതയും അവിടുത്തെ ഉയർച്ചയും വളർച്ചയും അവിടുത്തെ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉയർന്ന ജീവിത നിലവാരവും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ ഗസയിലേക്ക് നമ്മുടെ ചിന്ത പോകുന്നു, ഫലസ്തീനിലേക്ക് നമ്മൾ ചിന്ത പോകുമ്പോൾ അവിടെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ജീവിക്കേണ്ടി വരുന്നവർ, നിരന്തരമായ ബോംബൊച്ചകൾ, നിരന്തരമായ വെടിയുണ്ടകൾ, അതിനെ കാത്തിരിക്കുന്ന ഒരു സമൂഹം, കുട്ടികളായാലും വൃദ്ധന്മാരായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും ആ ഒരു നിരന്തരമായിട്ടുള്ള ആ ഒരു വേദനയിൽ കഴിയുമ്പോൾ അപ്പോഴാണ് ഈ ഒരു സുഭിക്ഷതയ്ക്ക് ഒപ്പവും അവർ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ളത് നമ്മൾ വേദനയായിട്ട് നമ്മുടെ ഹൃദയത്തിലുള്ളത്. ഇപ്പോൾ മക്കയിലെയും മദീനയിലൊക്കെ ദുആകളിൽ ആ ഫലസ്തീൻ ജനതയുടെ മോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അതൊക്കെ ഇമാമന്മാർ നടത്തേണ്ട വലിയ അതൊക്കെ തന്നെ 10,000 ആമീൻ ചൊല്ലുന്നുണ്ട്. അത് ആ ആമീൻ തന്നെ ഒരു പ്രത്യേകതയാണ്. ഇമാമ് ദ്വാരക്കുമ്പോൾ പല സംഗതികളും പറയുമല്ലോ, പക്ഷേ ഫലസ്തീൻ്റെയും ഗസയുടെയും ഒക്കെ ആ വിഷയങ്ങൾ പറയുമ്പോൾ കൂടുതൽ ഉച്ചത്തിൽ ആത്മാർത്ഥതയോടെ ആമീൻ അമീൻ എന്ന് പറയുന്ന ആ ഒരു ഹൃദയത്തിനുള്ളിൽ നിന്നുള്ളൊരു വിളി അവിടെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് മറ്റൊന്നും നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാനില്ല, എന്നാൽ ദുആകളിലൂടെയെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. അവർക്കൊരു പിന്നെ ശരിക്കും റമദാനിലാണ് ബദർ നടന്നത്, പക്ഷേ അവരെ സംബന്ധിച്ചുള്ളൊരു അതിജീവനത്തിൻ്റെ ഒരു പാഠം കൂടി ശരിക്കും ഗസയുടെയും ഒപ്പം തന്നെ ഫലസ്തീൻ്റെയും കാര്യത്തിലില്ലേ? അത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. ഇപ്പോൾ ഫലസ്തീൻ എപ്പോൾ രൂപീകരിക്കപ്പെട്ടോ അന്ന് മുതൽ അവരിത് വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോരാട്ടത്തിന് അന്ത്യമില്ല എന്നുള്ളതാണ്. അവർ പോരാട്ടത്തിന് തുടക്കമില്ല അന്ത്യമില്ല എന്ന് പറയുന്നത് പോലെയാണ്. കാരണം അവിടെ ഫലസ്തീൻ രൂപീകരിക്കപ്പെട്ട സമയം തൊട്ട് തന്നെ എതിരാളികൾ അവർക്ക് അവരെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു, നിരന്തരമായി അവരെ അവഹേളിച്ചു കൊണ്ടിരുന്നു. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്ത് ഒരുപാട് പ്രദേശങ്ങളിൽ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചൊക്കെ വലിയ തരത്തിൽ വാചാലരാകാറുള്ള ലോക സമൂഹമുണ്ട്, ലോക നേതാക്കൾ. പക്ഷേ അവരൊക്കെ തന്നെ പലസ്തീൻ്റെ കാര്യം വരുമ്പോൾ അവിടെ അതൊക്കെ മറന്നു പോവുകയാണ്.
അവിടെ താല്പര്യങ്ങൾക്കാണ് അവരൊക്കെ അവിടെ മുൻതൂക്കം കൊടുക്കുന്നത്. ഇപ്പോൾ റമദാൻ വിട വാങ്ങാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ ഏറ്റവും നല്ലൊരു ഓർമ്മ എന്താണ്? മുമ്പുള്ള പലരും കൂടെയില്ല. പിന്നെ ഓരോ റമദാനിലും അടുത്ത് വരുമ്പോഴേക്കും പലരും നമ്മുടെ കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നെ എന്താണ് റമദാനിലെ ഒരു നല്ല ഓർമ്മ എന്ന് പറയാവുന്നത്? റംസാനിൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ഓർമ്മകളാണ്. പുതിയ കാലത്തിന് ഒരു നെട്ടോട്ടമാണല്ലോ എല്ലാവർക്കും. അതേ അവസരത്തിൽ പഴയ കാലത്തേക്ക് റമദാനിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴാണ് ആ കഴിഞ്ഞ കാലങ്ങളിലെ, പ്രത്യേകിച്ച് എൻ്റെ പിതാവും മറ്റൊക്കെ ജീവിച്ചിരുന്ന കാലത്ത്, നമ്മുടെ ചെറുപ്പകാലത്ത്, അപ്പോൾ വീടുകളിൽ ഉണ്ടാകുന്ന ആ നോമ്പുതുറ, അതുപോലെ തന്നെ വീടുകളിൽ, അപ്പോൾ റമദാനായാലും അല്ലെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ വാപ്പുള്ള കാലത്ത് ജ്യേഷ്ഠാപ്തങ്ങൾ, മറ്റു ജ്യേഷ്ഠന്മാർ, അവരൊക്കെ ഉള്ള ആ സമയത്ത് നമുക്ക് തന്നെ എപ്പോഴും നമ്മുടെ ആളുകളെ ഒരു നിറഞ്ഞ കാഴ്ചയാണ് എപ്പോഴും കാണാൻ പറ്റുക. അപ്പോൾ അവരൊക്കെ തന്നെ മിക്കവാറും നോമ്പ് തുറക്കുമ്പോഴും അവരിൽ പലരും നോമ്പ് തുറക്കാനുണ്ടാവും. അപ്പോൾ ആ ഒരു ചിന്ത, റമദാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതാണ്, ആ നോമ്പ് തുറയും അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ആ നോമ്പിനുള്ള പ്രത്യേകമായിട്ടുള്ള, ഇപ്പോൾ നോമ്പിനൊക്കെയാണ് ഞങ്ങൾക്ക് വാപ്പാനെയൊക്കെ നമുക്ക് അടുത്ത് കിട്ടാറുള്ളത്. കാരണം മറ്റ് പൊതുപരിപാടികൾ കുറയും. അപ്പോൾ വാപ്പാനൊക്കെ അടുത്ത് കിട്ടും. വാപ്പാൻ്റെ കൂടെ എപ്പോഴും പള്ളിയിലേക്കൊക്കെ, എല്ലാ ഭക്തരും പള്ളിയിലേക്ക് പോകും. പിന്നെ വാപ്പാൻ്റെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കാം. അങ്ങനെയുള്ള ആ ഒരു നല്ല ഓർമ്മകളാണ് റമദാനെ കുറിച്ച് ഉണ്ടാവുക. ഏതായാലും പിന്നെ റമദാൻ്റെ തിരക്ക് കഴിഞ്ഞ് പെരുന്നാൾ മധുരം കഴിഞ്ഞ് നേരെ പോകുന്നത് ഇലക്ഷനിലേക്കാണ്, നാട്ടിലേക്ക്. അതെ, ഇനിയാണ് നമ്മുടെ ജോലി തുടങ്ങുന്നത്. അതിനുള്ള നല്ലൊരു ഒരുക്കമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. ഏറ്റവും വലിയ ഒരുക്കം എന്നുള്ളത് അതിന് വേണ്ടിയുള്ള കരുത്താണ്. ആ കരുത്ത് ആർജിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ദുആകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആത്മീയമായിട്ടുള്ള നിമിഷങ്ങളും നമ്മൾ പ്രയോജനപ്പെടുന്നത്. അള്ളാഹു അത് നൽകട്ടെ എന്നാണ് പ്രാർത്ഥന. ഇത്ര സമയം മീഡിയ വണ്ണൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക്സ്. റമദാൻ കഴിഞ്ഞ് പെരുന്നാളുടെ മധുരം നുണഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ചൂടിലേക്കാണ് ഇനി മുസ്ലിം ലീഗും കടക്കാൻ പോകുന്നത്. ജിദ്ദയിൽ നിന്നും സാബി സലീമിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ വൺ.